മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ വിശ്വസിച്ചോളൂ. അതായത് ദൈവങ്ങളുടെയൊക്കെ തലയുടെ പിറകിലായിട്ട് ഒരു പ്രകാശവലയം കാണുന്നില്ല, അത് അവരുടെ കാന്തിക ശക്തിയാണ്. അതുപോലെ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഈ ഒരു കാന്തിക ശക്തിയുണ്ട്. അത് നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അതായത് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിൽ നോക്കി ഫേസ് അല്പം ചലിപ്പിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാനുള്ള ഇതുണ്ടാവും, നിങ്ങളോട് പ്രത്യേക ഒരു ആകർഷണവും ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓഫീസിലോ എവിടെയെങ്കിലേക്ക് പോയി ഒരു ചെയറിലിരിക്കുമ്പോൾ അവിടെ കുനിഞ്ഞ് ഷോൾഡറൊക്കെ താത്ത് നെഞ്ചൊക്കെ താത്തിരിക്കുമ്പോൾ ആ കേൾക്കാനിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഒട്ടും താല്പര്യമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിരിക്കുന്ന ചെയറിൽ ഒരു ടേക്ക് ഫോർ എ സ്പേസ് എടുക്കുക. അതായത് ഒരു സ്പേസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ നെഞ്ചെല്ലാം ഒന്ന് വിടർത്തി വെച്ച് ഷോൾഡറൊക്കെ ഒന്ന് പൊക്കി തലയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ നോക്കൂ. അപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം അയാൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുന്നത് മുഴുവനായി കേൾക്കുക. അതിനുശേഷം അയാൾ എപ്പോൾ നിർത്തുന്നു അപ്പോൾ മാത്രം നമ്മൾ മറുപടി പറയാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കുക. അതിന് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ശ്വാസം മുകളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുക. അതായത് മുകളിലോട്ട് വലിച്ചെടുക്കുന്ന ശ്വാസം പോസിറ്റീവായിട്ടും പുറത്തേക്ക് വിടുന്ന ശ്വാസം നെഗറ്റീവായിട്ടും നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഊർജം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഫീലിംഗ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വസ്ത്രധാരണ രീതി, നിങ്ങൾക്ക് ശരീരത്തിന് യോജിക്കുന്ന വസ്ത്രം ഏതാണോ അത് മാത്രം യൂസ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അടുപ്പം അല്പം അകലം പാലിച്ച് നിൽക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സമൂഹത്തിൽ ഒരു കാന്തിക വലയമുള്ള ആളായി മാറുന്നത് നിങ്ങൾക്ക് ഫീലാവും. നിങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നും. മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ ഉള്ളിൽ കിടക്കുന്ന കാന്തിക വലയത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. നല്ല ഒരു വ്യക്തിയായിട്ട് മാറുക. നല്ല ചിന്തിക്കൂ, നല്ലതേ വരും.